ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. ഒരു ചോദ്യം പരിശോധിക്കാം. തന്നിരിക്കുന്ന മാതൃകയിലുള്ള ഒരു ഡേറ്റാബേസ് തയ്യാറാക്കാനാണ് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളിലൊന്നാണ് ഡേറ്റാബേസ്. പാർട്ടിസിപ്പന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിൾ തയ്യാറാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബർ ഓഫീസ് ബേസ് എന്ന ക്രമത്തിൽ ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ തുറക്കുക. നെക്സ്റ്റ് ബട്ടൺ അമർത്തി ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ ഡേറ്റാബേസ് ഫയൽ സേവ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ തയ്യാറാക്കുന്ന ഡേറ്റ അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുള്ളൂ. പേര് നൽകി ആവശ്യപ്പെട്ടിരിക്കുന്ന ഫോൾഡറിനുള്ളിൽ സേവ് ചെയ്യുക. പുതിയ വിൻഡോയായി സോഫ്റ്റ്വെയർ തുറന്നു വരുന്നവരെ കാത്തിരിക്കുക. തന്നിരിക്കുന്ന പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ ടേബിൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രവർത്തനം. അതിനായി ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഫീൽഡുകളും ടൈപ്പ് ചെയ്യുക. ഫീൽഡിൻ്റെ പേര് തിരഞ്ഞെടുത്ത് കൊടുക്കുക. ആദ്യത്തെ ഫീൽഡായിട്ട് നൽകിയിരിക്കുന്ന തലക്കെട്ട് അഡ്മിഷൻ നമ്പർ എന്നാണ്. അഡ്മിഷൻ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അഡ്മിഷൻ നമ്പർ ഒരു സംഖ്യ ആയതിനാൽ അവിടെ സംഖ്യ തിരഞ്ഞെടുക്കുന്നതിന് നമ്പർ എന്ന ഫീൽഡ് ടൈപ്പ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നെയിം, അത് ടെക്സ്റ്റ് തന്നെയാണ്. സ്കൂളിൻ്റെ പേര് അത് ടെക്സ്റ്റ് തന്നെയാണ്. ക്ലാസ് നൽകേണ്ടത് സംഖ്യയായിട്ടാണ്. ഐറ്റം എന്നത് ടെക്സ്റ്റാണ്. എല്ലാം തയ്യാറാക്കി കഴിഞ്ഞാൽ, എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പാർട്ടിസിപ്പൻറ്റ് ഡീറ്റെയിൽസ് എന്ന പേരിൽ ഈ ടേബിളിനെ സേവ് ചെയ്യണം. അതിന് മുമ്പായി അഡ്മിഷൻ നമ്പർ പ്രൈമറി കീ ആയി ഡിഫൈൻ ചെയ്യുകയും വേണം. അഡ്മിഷൻ നമ്പറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇടതുവശത്തുള്ള ആ പച്ച നിറമുള്ള ആരോ മാർക്ക് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രൈമറി കീ ആക്കുക. പ്രൈമറി കീ ആകുമ്പോൾ ആ ആരോ മാർക്കിൻ്റെ കൂടെ ഒരു താക്കോലിൻ്റെ അടയാളവും വരുന്നത് നമുക്ക് കാണാം. ഇത് പ്രൈമറി കീ ആക്കിയ ശേഷം ഫയൽ സേവ് ക്രമത്തിൽ അതിനെ സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ പാർട്ടിസിപ്പൻറ്റ് ഡീറ്റെയിൽസ് എന്ന പേര് നൽകി സേവ് ചെയ്യും. ടൈപ്പ് ചെയ്ത് ഓക്കെ ബട്ടൺ അമർത്തുക. ഇത് ക്ലോസ് ചെയ്യാം. ഡേറ്റ എൻട്രിക്ക് വേണ്ടിയിട്ട്, ഇതിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഫോംസ് ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫോംസിലെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ഫോം തിരഞ്ഞെടുക്കുക. തുറന്നു വരുന്ന പുതിയ ജാലകത്തിൽ അവൈലബിൾ ഫീൽഡ്സ് കാണിക്കുന്നുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്ത തലക്കെട്ടുകളെല്ലാം കാണിക്കുന്നുണ്ട്. അതെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യുന്ന 2 ആരോ മാർക്കിലും
ഓരോന്ന് വിധം സെലക്ട് ചെയ്യാനായി ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ എല്ലാ ഫീൽഡ്സും വേണം. അതിനായി 2 ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ഫീൽഡ്സിൻ്റെ ഫോമിലേക്ക് മാറുന്നു. നെക്സ്റ്റ് ബട്ടണിൽ അമർത്തുക. ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. വീണ്ടും നെക്സ്റ്റ് ബട്ടണിൽ അമർത്തുക. അതിൽ നിന്നും അറേഞ്ച് കൺട്രോൾസിൽ ഒരു സ്റ്റൈൽ, നമ്മുടെ ഡേറ്റാബേസ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് വരേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റൈൽ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ സ്റ്റൈൽ തിരഞ്ഞെടുക്കുന്നു. നെക്സ്റ്റ് ബട്ടണിൽ അമർത്തുന്നു. വീണ്ടും നെക്സ്റ്റ് ഒരു നിറം തിരഞ്ഞെടുക്കാം. ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഫോം തുറന്നു വന്ന് ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യാം 1290. പേര് കീബോർഡിലെ ടാബ് ബട്ടണിൽ അമർത്തുകയോ മൗസ് ക്ലിക്ക് ചെയ്തോ അടുത്ത ഫീൽഡിലേക്ക് എത്താം. വിനീത് ആർ എന്ന പേര് ടൈപ്പ് ചെയ്യുന്നു. EHSS പനമരം, ക്ലാസ് 10, ക്ലാസ് 9, ഐറ്റം വെബ് ഡിസൈൻ. എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കീബോർഡിലെ ടാബ് ബട്ടൺ അമർത്തുകയോ എൻ്റർ കീ അമർത്തുകയോ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ സേവ് ആവും. പ്രകാരം ആദ്യത്തെ കുട്ടിയുടെ ഡേറ്റ തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഓഫീസുമായിട്ട് ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലം. IT വീഡിയോ ക്ലാസുകൾ ഇനി മൊബൈൽ ആപ്പിലും. പ്ലേ സ്റ്റോറിൽ നിന്നും വിപിൻ മഹാത്മാ മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.